ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശലിന്റെ മറവിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ്. വിദേശത്തെ അയ്യപ്പ ഭക്തരിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചെടുത്തത്. ഉണ്ണികൃഷ്ണനെതിരെ സമഗ്രാന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം ദി ബിഗ്ഗസ്റ്റ്. വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കോടികളുടെ തട്ടിപ്പ് വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസിന് ഓരോ ദിവസവും ലഭിക്കുന്നത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശൻ എന്ന പേരിൽ വ്യവസായികളും സമ്പന്നരുമായ അയ്യപ്പ ഭക്തരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ പിരിച്ചെടുത്തത്. പണം നൽകിയവരിൽ ചിലർ കണക്ക് ചോദിച്ചതോടെ പ്രശ്നം ഒഴിവാക്കാൻ മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് 7 പവന്റെ സ്വർണ്ണമാല വാങ്ങി നൽകി. ചട്ടവിരുദ്ധമായി ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ ക്ഷേത്രം ശാന്തിമാർക്ക് മാല നേരിട്ട് നൽകുകയായിരുന്നു. പിരിച്ച പണം കൊണ്ട് നിർധനരായ യുവതികളുടെ വിവാഹം നടത്താമെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡിന് മുൻപിൽ സമർപ്പിച്ചു. എന്നാൽ ബോർഡ് അനുമതി നൽകിയില്ല. ഇതോടെ പിരിച്ച തുക ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വന്തമാക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ശക്തമായ അന്വേഷണം വേണം. അത് ഏതറ്റം വരെയും കോടതി പറഞ്ഞാൽ ഏതറ്റം വരെയും അതിനെ സഹകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ പുറത്തായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ ഇത്തരം അവതാരങ്ങളെയോ ഒരു വാക്ക് പറയുവാൻ BJPയുടെ നേതാക്കൾ തയ്യാറാവുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം SP അന്വേഷിക്കുകയാണ്. കൃത്യമായ നടപടി ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടിൽ ദേവസ്വം ജീവനക്കാരിൽ ചിലർക്ക് വീഴ്ച പറ്റിയതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചു. ദ്വാരപാലക വിഗ്രഹങ്ങളുടെ തൂക്കം കുറഞ്ഞതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.